അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, സമരം നടത്തുന്നത് കേന്ദ്രത്തിന്റെ നിരന്തരമായ അവഗണനയ്ക്കെതിരെയാണ്. സംസ്ഥാനത്തെ 3.5 കോടി ജനതയുടെ രോഷം അതിനൊക്കെ തുയരുമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ആ 3.5 കോടിയിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷമില്ല, കോൺഗ്രസുമില്ല. സ്വാഭാവികമായിട്ടും ഈ മാറി നിൽക്കുന്നത് ജനങ്ങളിലേക്ക് ഒരു ചോദ്യചിഹ്നമായി ഉയരും എന്ന് കോൺഗ്രസ് ഭയക്കുകയും ചെയ്യുന്നുണ്ടാവില്ലേ ഈ അവസരത്തിൽ? രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഉത്തരമുണ്ട്. ഒന്ന്, മല്ലികാർജുന ഖാർഗെയുമായി ബന്ധപ്പെട്ട് AICC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിച്ചതാണ് അരുൺ ഇവിടെ കോട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിന്റെ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്നു എന്നല്ല, കേരളവും കർണാടകയും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതാ സമരവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്, നിങ്ങൾ കാണുന്നില്ലേ എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഹിന്ദി അരുണിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ വരുത്തി തീർക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഖാർഗെ അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നേരെയുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ എല്ലാ കാലത്തും കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഈ കാര്യത്തിലും സ്വീകരിക്കും. കേരളത്തിനെതിരെ കേന്ദ്രത്തിന്റെ അവഗണന ഇല്ല എന്നൊരു വാദം കോൺഗ്രസിന്, കേരളത്തിലെ കോൺഗ്രസിനോ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കോ ഇല്ല. ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാത്തത് എന്ന് ചോദിച്ചാൽ, അനിയൻ ബാബ ചേട്ടൻ ബാബയാണ് ഈ രണ്ടുപേരും എന്നത് തുറന്നു കാണിക്കേണ്ടത് ജനത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കേണ്ടതായിട്ടുള്ളപ്പോൾ ഞങ്ങൾ ചേട്ടൻ ബാബയോടോ അനിയൻ ബാബയോടോ പക്ഷത്തിൽ ചേർന്ന് മറ്റൊരു ബാബയ്ക്കെതിരെ സമരം ചെയ്യാൻ പോയാൽ ഇതിൽ ഒരാൾ ശരിയാണ് എന്ന് ജനം തെറ്റിദ്ധരിച്ചു പോകും. അത് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. എന്താണ് കാരണങ്ങൾ എന്ന് പറഞ്ഞുതരാം. ഇവർ പറയുന്നത് കേന്ദ്ര അവഗണന, കേന്ദ്രം വിഹിതം വെട്ടിക്കുറച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. അപ്പോ ഇതിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടത്, ഇപ്പൊ ഇവര് കർണാടകയൊക്കെ കോട്ട് ചെയ്ത് കർണാടക അടക്കം പ്രതികരിച്ച രീതി ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം GST വിഹിതം ലഭിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ടത് GST കൗൺസിലാണ്. GST കൗൺസിലിൽ സംസ്ഥാനത്തിന്റെ പ്രതിനിധി ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ ബാലഗോപാലനാണ്. ബാലഗോപാലൻ ഒരു തവണയെങ്കിലും GST കൗൺസിലിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം സംസാരിക്കുന്നത് GST കൗൺസിലിൽ സംസാരിച്ചത് പെട്രോളിയം പ്രൈസസിന്റെ വില GST ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് കൗൺസിലിന്റെ അഭിപ്രായമെന്ന് സുപ്രീം കോടതി ആരാഞ്ഞപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇല്ല, പറ്റില്ല, GST കൗൺസിൽ ഉൾപ്പെടുത്തണ്ട എന്ന് പറയാൻ വേണ്ടിയാണ് കേരളത്തിന്റെ പ്രതിനിധി ആദ്യം കൈവക്കിയത്. അങ്ങനെ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എനിക്കും അപർണയ്ക്കും ഒക്കെ ഇന്ന് 60 രൂപ 65 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമായിരുന്നു കേട്ടോ. അത് വേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. രണ്ടാമത് എവിടെയാണ് സംസാരിക്കാൻ പറ്റിയ? പാർലമെന്റിൽ ഈ ചോദ്യം ഏറ്റവും ആദ്യം ഉന്നയിച്ചത് കേരളത്തിന് കൊടുത്തു തീർക്കാനുണ്ടോ, എന്തുകൊണ്ടാണ് അതിലൊരു വിമുഖത കാണിക്കുന്നത് എന്ന് ചോദിച്ചത് കൊല്ലം MP, UDF MP ആയിട്ടുള്ള കൊല്ലത്തെ UDF MP ആണ്. പിന്നീട് UDF MP മാർ നിരന്തരം പാർലമെന്റിൽ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. മൂന്നാമത് നമുക്ക് കാണാൻ പറ്റുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇതുവരെ ഇവർ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം 3000 കോടി. അല്ല വസന്ത്, ഇതില് വിഷയം കേന്ദ്ര അവഗണന നടത്തുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ട് അല്ലെ? കോൺഗ്രസിന് അങ്ങനെ ഒരു ബോധ്യം ഇല്ലാതില്ല. അതോ അങ്ങനെ ഒരു ഇത് ചേട്ടൻ ബാവ അനിയൻ ബാവ കളിയാണ് നടക്കുന്നതെന്ന് പറയുന്നിടത്ത് കേന്ദ്രം അവഗണിക്കുന്നില്ല, അത്തരം നയങ്ങൾ കൊണ്ടു നടക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമാണോ, അങ്ങനെ ഒരു നിലപാടാണോ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് കൂടി ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമായിട്ട് പറയണമല്ലോ. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിനില്ല. ഞാൻ വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആണല്ലോ. അതായത് കേന്ദ്ര അവഗണന ഉണ്ട്, പക്ഷെ അതിനെതിരെയുള്ള ഈ സമരം അത് ആഭാസമാണ്. അത് ഇലക്ഷൻ മുമ്പിൽ ഇത് ആഭാസമാണെന്ന് കർണാടകത്തിലെ കോൺഗ്രസിന് തോന്നുന്നില്ല. ഇത് തൊട്ടപ്പുറത്തുള്ള കോൺഗ്രസിന് ഇത് ആഭാസമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നു കർണാടക സർക്കാരിനോട് പ്രത്യേകം നന്ദി പറയുകയാണ് എന്ന്. മുഖ്യമന്ത്രി പറയുമ്പോൾ അത് നിങ്ങൾക്കുള്ള, കേരളത്തിലുള്ള കോൺഗ്രസിനുള്ള മറുപടിയാണ്. നിങ്ങൾക്കാണ് തോന്നുന്നത് ഇത് ആഭാസമാണെന്ന്. ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന് തോന്നുന്നില്ല, തൊട്ടപ്പുറത്തുള്ള കോൺഗ്രസിന് തോന്നുന്നില്ല, കേരളത്തിലെ കോൺഗ്രസിന് തോന്നുന്നു ഇത് ആഭാസമാണെന്ന്. ആഭാസമാകുന്നത് എന്താണ്? കേന്ദ്രം നടത്തുന്ന അവഗണന എന്ന് പറയുന്ന ആരോപണം ആഭാസമാണെന്നാണോ പറയുന്നത്? അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങേക്കപ്പോ മനസ്സിലാവും. അതായത് ഞാൻ പറഞ്ഞത് GST കൗൺസിലിൽ ഉന്നയിക്കാത്ത, പാർലമെന്റിൽ വിമുഖത കാണിച്ച, ധനകാര്യ വകുപ്പ് മന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ കഴിവില്ലാത്ത, കോടതിയിൽ ഏറ്റവും അവസാനം പൊറുതിമുട്ടി പോയപ്പോ കേന്ദ്രം സീൽഡ് കവറിൽ 8000 കോടി രൂപയിൽ താഴെ മാത്രമാണ് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോ കണക്കുകളില്ലാത്ത, ഇവരുടെ ഇത് ഞാൻ വായിച്ചാണ്, അഫിഡവിറ്റ് അടക്കം വായിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. കൃത്യമായ കണക്കുകളില്ല. കേന്ദ്രം പണം തരാനുണ്ടെങ്കിൽ അത് ലഭ്യമാക്കണം എന്നാണ് ഇവർ സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെ പറയുന്നവർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു ദിവസം ഒരു സമരം പ്രഖ്യാപിക്കുന്നു. ആ സമരം പിന്നീട് സമ്മേളനമാകുന്നു. ആ സമ്മേളനത്തിലേക്ക് കോൺഗ്രസിനെ വിളിക്കുന്നു എന്നുള്ളതൊക്കെ കണ്ടാൽ, ഇതിനു മുമ്പ് ഒരുമിച്ചൊരു സമരം ഉണ്ടായിരുന്നു. ഏതാണെന്ന് അറിയാമോ? CAA NRC സമരം. ആ സമരം ഒരുമിച്ച് ചെയ്യണമെന്ന് ഏറ്റവും ആദ്യം പറയുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അന്ന് ആ സമരവേദിയിൽ സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു CAA NRC സമരവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്ന ഒരാൾക്കെതിരെ പോലും കേരളത്തിൽ കേസുണ്ടാവില്ലെന്ന്. അവർക്ക് അറിയാമല്ലോ. 8612 പേർ, എന്റെ കണക്ക് ശരിയാണെങ്കിൽ അറൗണ്ട് അതാണ്,
അത്രയും പേർക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കേരളത്തിലെ വിവിധ സമരവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അല്ല വസന്ത് അതിനകത്ത് ആ ഒരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ പെട്ടെന്ന് പറയുന്ന ഒരു പ്രതിഷേധമല്ല, പെട്ടെന്ന് ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നതല്ല. കേന്ദ്രം അവഗണിക്കുന്നുണ്ട് സംസ്ഥാനത്തെ. അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിനില്ലേ? കോൺഗ്രസ് അത് പറയുന്നില്ലേ? അല്ല, അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസിന് കാലങ്ങളായി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിൽ ഇവർ പറയുന്നതിന് മുമ്പേ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിർമ്മലാ സീതാരാമനെ ഇവർ കാണുന്നതിന് മുമ്പ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ സമരത്തിന് നിങ്ങൾ ഒപ്പം നിൽക്കണമായിരുന്നില്ലേ? ഈ സമരത്തിന് പിന്തുണ നൽകണമായിരുന്നില്ലേ? സംസ്ഥാനത്തോട് ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിൽ അതിനുള്ള വിശദീകരണം ചോദിക്കുകയായിരുന്നു സംസ്ഥാനത്തോട് ചെയ്യേണ്ടത്. എന്നിട്ട് സമരത്തിനൊപ്പം നിൽക്കണമായിരുന്നു. അതായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഒരിക്കലുമല്ല. കേരളത്തിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുമെതിരായിട്ടുള്ള കേന്ദ്ര അവഗണനയിൽ സമരം ചെയ്യാൻ, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ കോൺഗ്രസിന് തൽക്കാലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് അതിരാവിലെ മാത്രം സ്വപ്നം കണ്ടിട്ട് സമരം ചെയ്യാൻ പോകുന്നവരെ കൂട്ടാവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ സമരരംഗത്തുണ്ട്, അത് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കൃത്യമായി നിയമപരമായി, സംഘടനാപരമായി, രാഷ്ട്രീയപരമായി അത് പാർലമെന്റിനകത്തും പുറത്തും ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിനകത്തും പുറത്തും നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം തൃശ്ശൂരോ തിരുവനന്തപുരമോ ഒക്കെ കണ്ടുകൊണ്ട് പെട്ടെന്നൊരു ദിവസം മകൾക്ക് നേരെ അന്വേഷണം വരുമ്പോഴൊക്കെ പെട്ടെന്നൊരു ദിവസം സ്വപ്നം കണ്ടു ഉണരുന്ന സമരത്തിന്റെ കൂടെ കൂടാൻ സൗകര്യമില്ല. അത് ജനത്തിന് മനസ്സിലാകുമെന്ന് വസന്ത് കരുതുന്നു. അതായത് കർണാടകത്തിലെ കോൺഗ്രസ് പറയുന്നത് വ്യത്യാസമുണ്ട്, കേന്ദ്രത്തിലെ കോൺഗ്രസ് പറയുന്നത് വ്യത്യാസമുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് മാത്രം ഇത് പറയുമ്പോൾ അത് ജനം മനസ്സിലാക്കിക്കോളും. കേന്ദ്ര അവഗണനക്കെതിരെ ഞങ്ങൾ പിന്നെ സൗകര്യം പോലെ എപ്പോഴെങ്കിലും പോയി സമരം ചെയ്തോളാം എന്ന് ജനം മനസ്സിലാക്കിക്കോളും എന്ന് വസന്ത് കരുതുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏത് കർണാടകത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് പറഞ്ഞത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കെതിരെ നോക്കൂ കേരളവും വരുന്നുണ്ട്. ആ സമരത്തെ ഒന്ന് മെൻഷൻ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ സിയാജി റിപ്പോർട്ട് പ്രകാരം 28,000 കോടി രൂപ വിത്തൗട്ട് ലിറ്റിഗേഷൻ ആണെന്ന് ഓർക്കണം. കോടതിയിൽ ലിറ്റിഗേഷൻ നിൽക്കുന്ന കണക്കല്ല. അത് ഒഴിവാക്കിയാൽ 28,000 കോടി രൂപ തിരിച്ചെടുക്കാനുണ്ട് സംസ്ഥാനം. അത് ചർച്ച ചെയ്യണ്ടേ? കേന്ദ്ര അവഗണനയ്ക്കൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പിടിപ്പുകേട് ചർച്ച ചെയ്യണ്ടേ? അപ്പൊ ആ പിടിപ്പുകേട് കാണിക്കുന്നവർക്കൊപ്പം പോയി സമരം ചെയ്തു കഴിഞ്ഞാൽ ആ പിടിപ്പുകേട് ചർച്ച ചെയ്യപ്പെടാതായി പോകും. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റു അതിഥികൾക്ക് വരാത്തതിൽ ക്ഷമിക്കണം. ഞാൻ ഒരു ചോദ്യം കൂടെ വസന്തിലേക്ക്. വസന്ത്, സംസ്ഥാനത്തിനോട് ഒരു ധവളപത്രം പുറത്തിറക്കാൻ പറയുക, സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുക, എന്നിട്ട് ഈ സമരത്തിനൊപ്പം നിൽക്കുക. അങ്ങനെ ഉള്ള ഒരു നിലപാടിലേക്ക് പോകാമായിരുന്നില്ലേ? അങ്ങനെ ഒരു നിലപാട് എടുക്കുക മാത്രമല്ല പറഞ്ഞ, അങ്ങനെ 2 ധവളപത്രങ്ങൾ ഡോക്ടർ മേരി ജോർജ് അടക്കമുള്ള സാമ്പത്തിക വിദഗ്ധരെ കോൺഗ്രസുകാർ ആരുമില്ലാത്ത കമ്മിറ്റി വെച്ച് 2 ധവളപത്രങ്ങൾ കഴിഞ്ഞ 6 മാസക്കാലത്തിന് 1 വർഷക്കാലത്തിനിടയിൽ പുറത്തിറക്കിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നത്. എന്നിട്ട് അത് ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നേരിട്ട് എത്തിച്ചു കൊടുത്തവരാണ് ഞങ്ങൾ. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം. അതിനകത്ത് കോൺഗ്രസിനുള്ള